ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അതിൻ്റെ വാലെ പിടിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇത് നമ്മളിൽ പലർക്കും എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടാവുന്ന ഒരു കാര്യമായിരിക്കും. എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പം അതെന്തൊക്കെയാണ്, അതിൻ്റെ റീസൺസ് എന്തായിരിക്കാം, അതിനെ എങ്ങനെ നേരിടാം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഒട്ടും വായിക്കേണ്ട, വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം എന്താണ് ഇതിൻ്റെ കാര്യം എന്ന് നിങ്ങൾ ആരെങ്കിലും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വാലെ പിടിച്ച് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുന്നത്? എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ആദ്യം നമുക്കുണ്ടാവുന്ന ആ ഇനിഷ്യൽ പ്രോബ്ലംസിനെ അത് ഭയങ്കര വീക്കായിട്ട് നമ്മളത് നേരിടുമ്പം, അതല്ലെങ്കിൽ നമ്മളത് ഇഗ്നോർ ചെയ്യുമ്പോഴാണ് ആ പ്രശ്നം വേഴ്സ് ആവുന്നതെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതായത് ഇമ്മ്യൂണിറ്റി കുറയുമ്പം അസുഖങ്ങൾ നമുക്ക് വരാൻ ചാൻസ് കൂടുതലാന്ന് പറയത്തില്ലേ? നമ്മുടെ മനസ്സിന്റെ ഇമ്മ്യൂണിറ്റി കുറയുമെന്നുള്ളത്, നമ്മൾ ഡൗൺ ആയി പോവും. ആ ഒരു പ്രശ്നം വരുമ്പോഴേ നമ്മളന്ന് തളർന്നു പോയി, നമ്മൾ തളർന്ന് അങ്ങനെ ഇരിക്കുവാണ്, നമ്മൾ സ്വയം മോട്ടിവേറ്റഡ് ആവുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ വേറെ ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം വേഴ്സ് ആവും. അതല്ലെന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തിനെ നമ്മൾ സോൾവ് ചെയ്യാണ്ടിരിക്കുവാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിൽ പലരും ഡ്രൈവ് ചെയ്യുന്നവരാണെങ്കിൽ, ഇപ്പം ഒരു എൻജിൻ ഫ്ലൂയിഡ് ഓയിലുണ്ട്, കൂളന്റ് ഉണ്ട്. ഇപ്പം കൂളന്റ് കുറഞ്ഞു പോവാ, കൂളന്റ് ഫില്ല് ചെയ്യണം എന്നൊരു നോട്ടിഫിക്കേഷൻ നമ്മുടെ കാറിൽ വന്നു, അത് ഒരു സൈൻ കാണിച്ചു എന്നുണ്ട്. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ്ലി അത് ഇഗ്നോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കൂളന്റ് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ എൻജിനെ അകത്തുള്ള ആ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് കൂളന്റ്. അപ്പം നമ്മൾ കണ്ടിന്യൂസ്ലി ആ കൂളന്റിനെ ഫില്ല് ചെയ്യാണ്ട് അത് ഇഗ്നോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫൈനലി നമ്മുടെ എൻജിൻ ഭയങ്കരമായിട്ട് ഹീറ്റ് ആവാനും, അത് ആ കൂളന്റ് ഫില്ല് ചെയ്യുമ്പം നമ്മുടെ ചിലവാക്കേണ്ടിരുന്ന ആ കുഞ്ഞു തുക വലിയ സീരിയസ് റിപ്പയറിലോട്ട് കാറിനെ കൊണ്ടുപോയേക്കാം. പിന്നീട് ഒരുപാട് പൈസ ചിലവാക്കിയാൽ മാത്രമേ ആ കാർ നന്നാക്കാൻ പറ്റൂ എന്നുള്ളൊരു അവസ്ഥ വരെ കൊണ്ടെത്തിച്ചേക്കാം, നമ്മൾ കണ്ടിന്യൂസ്ലി ആ ഒരു കൂളന്റ് ഫില്ല് ചെയ്യുന്നതിനെ ഇഗ്നോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെയാണ് പല പ്രശ്നങ്ങളും. നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ, അതിനെ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളത് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വേഴ്സ് ആവും. ആ ഒരു വേർഡ് ഞാൻ പറയാണ്ട് തന്നെ പലർക്കും അത് അറിയായിരിക്കും. ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നുള്ള ആ ഒരു വേർഡ് നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് ഒരു പ്രശ്നത്തിനെ തൊട്ട് പിടിച്ച് വാലെ പിടിച്ച് അടുത്തടുത്ത പ്രശ്നങ്ങൾ വരിക. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. പ്രായഭേദമന്യേ, ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ വ്യത്യാസമില്ലാതെ, ഒരു സോഷ്യൽ സ്റ്റാറ്റസിൽ വ്യത്യാസമില്ലാതെ, ജെൻഡർ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വരുന്നൊരു പ്രശ്നമാണ് ഈ പ്രോബ്ലംസ് എന്ന് പറയുന്നൊരു കാര്യം. ആർക്കും അതില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഈ ഓരോ പ്രോബ്ലംസിനെ ഡെയിലി ഫേസ് ചെയ്ത് അതിനെ സോൾവ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫ്. അതാണ് ലൈഫ്. എങ്ങനെയൊക്കെയാണ് ഞാൻ ഒരു പ്രശ്നത്തിനെ വരുമ്പം നേരിടുന്നത്, നിങ്ങളും അങ്ങനെയൊക്കെ ആണോ എന്നൊന്ന് പരിശോധിച്ച് നോക്കൂ. അപ്പം നിങ്ങൾക്കും അത് കണക്ക് എന്തെങ്കിലും നല്ല ടിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് എന്നെ അറിയിക്കൂ. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഗീവ് ആൻഡ് ടേക്ക് പോളിസിയിൽ ഇങ്ങനെ ഷെയർ ചെയ്ത് പോവാമല്ലോ ഐഡിയാസ് ഒക്കെ. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ പറയുന്ന ഒരു ടിപ്പ് എന്ന് വെച്ചാൽ ഡൈവേർഷണൽ തെറാപ്പി. ഒബ്വിയസ്ലി നമുക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പം ചിലർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇപ്പൊ വിഷമം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും ഇങ്ങനെ സങ്കടം ഉണർത്തുന്ന ചില പാട്ടുകളുണ്ടല്ലോ, മൂവീസിലൊക്കെ ഉള്ള തന്നെ സങ്കടം തരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക്, ആ ഒരു ഫ്ലോയിലുള്ള മ്യൂസിക് കണ്ടിന്യൂസ്ലി അത് കേട്ടോണ്ടിരിക്കും. അപ്പൊ നമ്മുടെ പ്രശ്നത്തിന് അത് കൂട്ടാനേ സഹായിക്കുള്ളൂ. അപ്പം നമുക്ക് ഡൈവേർഷണൽ തെറാപ്പി എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഡൈവേർഷണൽ തെറാപ്പി കൊടുക്കാം. ആ ഒരു മൂഡിനെ മാറ്റുന്ന തരത്തിലുള്ള ഒരു മ്യൂസിക് കേൾക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒറ്റയ്ക്ക് തന്നെ കളിക്കാൻ പറ്റുന്ന ഗെയിംസ് ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുക, കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കളിക്കാം. അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ നമുക്ക് മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാനുള്ളൊരു ഐഡിയ നമ്മൾ കണ്ടെത്തുക. അപ്പം ഞാൻ എൻ്റെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തുകൊണ്ട്, എനിക്കൊരു വിഷമം ഉണ്ടാകുമ്പം ഓവർ തിങ്ക് ചെയ്യുന്നത് എനിക്ക് പ്രോബ്ലം ആണെന്ന് മനസ്സിലായി തുടങ്ങിയ നാൾ തൊട്ട് ഞാൻ ഡൈവേർഷൻ തെറാപ്പി കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഈ തിങ്സിനെയൊക്കെ റീഅറേഞ്ച് ചെയ്യും. അതായത് വീട് ഡെയിലി നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഒരു മോണോട്ടോണസ് ലുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് അതൊന്ന് റീഅറേഞ്ച് ചെയ്യും. ഞാനാണെങ്കിൽ ഇപ്പം എൻ്റെ കട്ടിലിപ്പോൾ റൈറ്റ് സൈഡിലാണ് കിടക്കുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒന്ന് ലെഫ്റ്റ് സൈഡിലോട്ടും നീക്കും. എന്നിട്ട് എൻ്റെ ടേബിളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യും, ഡെസ്കൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കും, പിന്നെ എന്തെങ്കിലും ഡെക്കോർ പീസസ് ഒക്കെ കൊണ്ടുവയ്ക്കും. അങ്ങനെ ഒന്ന് തിങ്സിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കും. അപ്പോൾ എനിക്ക് തന്നെ ഒരു പുതുമ ഫീൽ ചെയ്യും. അത് ചെയ്യാനും കുറച്ച് എഫേർട്ട് ഇടണമല്ലോ. അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യും. പിന്നെ നല്ല സിനിമകൾ കാണും, നല്ല പഴയ കാലത്ത് കോമഡി മൂവീസ് ഒക്കെ കണ്ടിട്ട് മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കും. അത് ഒന്നാമത്തെ ഒരു ടിപ്പാണ്. ഇത് രണ്ടാമത്തെ ടിപ്പല്ല, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പാണ്. പക്ഷെ അത് എല്ലാവർക്കും അത് കിട്ടണം എന്നില്ല. അതുകൊണ്ടാണ് ഞാനത് ആദ്യം പറയാതിരുന്നത്. സീക്ക് ഹെൽപ്പ്.
നമ്മുടെ കൂട്ടുകാരെടുത്തോ നമ്മുടെ അച്ഛനോടോ അമ്മയോടോ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല കൂട്ടുകാരെടുത്തോ ആരെയാണോ ആരെടുത്താണോ നിങ്ങളുടെ ആ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം, ചിലപ്പോൾ നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പറ്റിയൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ ആ ഒരു ഫ്രണ്ട് ഇത് അക്സെപ്റ്റ് ചെയ്യില്ല, നിങ്ങൾക്കൊരു സപ്പോർട്ട് തരില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ കാര്യം ആ ഫ്രണ്ടിനോട് പറയണ്ട. നിങ്ങളുടെ ആ പർട്ടിക്കുലർ പ്രോബ്ലം അഡ്രസ്സ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ആരാണോ തോന്നുന്നത് ആ ആളോട് ആ പ്രോബ്ലത്തിനെ ഒന്ന് ഷെയർ ചെയ്യുക. ആ ആളുടെ അടുത്തുനിന്ന് ഒരു സൊല്യൂഷൻ കിട്ടുമെന്ന് നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിൽ പോലും ആ സമയത്ത് നിങ്ങൾ വേഴ്സായിട്ട് ചിന്തിക്കാതിരിക്കാനുള്ളൊരു സപ്പോർട്ട്, ഒരു മെന്റൽ സപ്പോർട്ട് നിങ്ങൾക്ക് തരും എന്ന് ഉറപ്പുള്ള ഒരാളുടെ അടുത്ത് നിങ്ങൾ ആ പ്രോബ്ലം ഒന്ന് ഷെയർ ചെയ്യാം. മൂന്നാമത്തെ ഒരു ടിപ്പ് എന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയാസ് ഒക്കെ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്, എപ്പോഴെങ്കിലും ഒരു ബ്രേക്കപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ കണ്ടിട്ടില്ലേ, അവർ ജിമ്മിൽ ആക്റ്റീവ് ആവും. അവരുടെ ആ പർട്ടിക്കുലർ പ്രോബ്ലത്തിനെ അല്ലെങ്കിൽ ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനെ അതിജീവിക്കാൻ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, ഭയങ്കരമായിട്ട് വിഷമമുള്ളൊരു കാര്യമാണ്. ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവർക്ക് അതിൻ്റെ വ്യാപ്തി മനസ്സിലാവുള്ളൂ. ഒന്നാമത്തെ കാര്യം, എക്സസൈസ് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഹാപ്പി ഹോർമോൺസിനെയൊക്കെ അത് ഉണ്ടാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എൻഡോർഫിൻ പോലത്തുള്ള ഹാപ്പി ഹോർമോൺസിനെയൊക്കെ അത് പ്രൊഡ്യൂസ് ചെയ്യും. അതുവഴി നമുക്ക് സന്തോഷം വരും, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പോവാണ്. എൻ്റെ ബോഡി ഞാൻ ആഗ്രഹിച്ച പോലെ നല്ല ഒരു ഫിറ്റ് ആയിട്ടുള്ള ഒരു ബോഡി എനിക്ക് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിച്ച് ആ ഒരു ഗോളാണ് അവിടെ സെറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുമ്പം വീണ്ടും ഹാപ്പിനെസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ കെയറിൽ കുറച്ച് നാളൊക്കെ കഴിയുമ്പോഴത്തേന് നമ്മുടെ ഹെയർ എല്ലാം ഇങ്ങനെ ലൂസാവും. ഹെയർ ലോസ് സംഭവിച്ചിട്ടും തലയിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ നിങ്ങൾക്ക് വിഷമമൊക്കെ ഉള്ള ഒരു സമയത്ത് നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം, നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നൊരു കാര്യമില്ലേ, നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുക. ഒരു 3 months ഒരു 6 months എൻ്റെ ഹെയർ നല്ല ഗ്രോത്ത് ഞാൻ കൂട്ടും. അതിന് വേണ്ടിയിട്ടുള്ള ഹെയർ മാസ്കുകളൊക്കെ, അതിനുള്ള വീഡിയോസ് ഞാൻ കാണും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് ഞാൻ ചെയ്യും. അങ്ങനെ ആ ഹെയർ ഗ്രോത്ത് ഞാൻ കൂട്ടിയെടുക്കും. അങ്ങനെ ഒരു ദൃഢനിശ്ചയം, എന്തെങ്കിലും ഒരു ഇൻപുട്ട് നിങ്ങൾ ഏത് കാര്യത്തിന് ഇട്ട് കൊടുത്താലും 100% കിട്ടിയില്ലെങ്കിൽ ഒരു 20% റിസൾട്ട് എങ്കിലും കിട്ടാത്ത ഒരു കാര്യവുമില്ല. എന്തെങ്കിലും ഇൻപുട്ട് അതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിനുള്ള ലൈഫിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അത് തിരിച്ച് കിട്ടിയിരിക്കും. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നിങ്ങൾ ഹെയർ കെയർ, എൻ്റെ ഹെയർ ഒന്ന് നന്നാക്കുക, അല്ലെങ്കിൽ സ്കിന്നിലോട്ടൊന്ന് ശ്രദ്ധിക്കുക. ഒരിക്കലും പറ്റാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ലോങ് ടൈം എടുത്തിട്ട് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളോ അല്ല, പെട്ടെന്ന് നമ്മളെ കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. 2 monthsലോ അതായത് വീക്ക്ലി വൺസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരു പെഡിക്യൂറോ മാനിക്യൂറോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കൈയുടെയും കാലുകളുടെയും സ്കിന്നിൻ്റെയും ഒക്കെ, ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ, എന്നെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഗോൾസ് സെറ്റ് ചെയ്താണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തന്നത്, നിങ്ങൾക്ക് ചിലർക്കൊക്കെ ബ്യൂട്ടി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും ശ്രദ്ധ ചെലുത്തുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഗോൾസ് സെറ്റ് ചെയ്യാം. ഒരു പെഡിക്യൂറോ മാനിക്യൂറോ ഒക്കെ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ 2 weeks കൂടുമ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്ത് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ കിട്ടുന്ന റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാവും. ഓൾറെഡി നിങ്ങളുടെ മൈൻഡ് ആ ഒരു വിഷമത്തിൽ നിന്ന് ഡൈവേർട്ടായി. അത് കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം, ഞാനിങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഈ റിസൾട്ട് കിട്ടിയെന്നുള്ളത്. അപ്പം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോൾസ് നിങ്ങൾ സെറ്റ് ചെയ്യുക, അത് അച്ചീവ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് വെളിയിലേക്ക് വരാൻ പറ്റും. പിന്നെ അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ പ്രാക്ടീസ് സെൽഫ് കെയർ. സ്വന്തമായിട്ട് ആദ്യം നമ്മൾ നമ്മുടെ ഹെൽത്തിനെ നോക്കുക, കറക്റ്റായിട്ട് ഉറങ്ങുക, കറക്റ്റായിട്ട് വെള്ളം കുടിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. നമുക്ക് തന്നെ ഒരു കൺസിഡറേഷൻ കൊടുക്കുക. നമ്മൾ മറ്റുള്ളവർക്ക് ഒരു വിഷമം വരുമ്പോൾ തോളത്ത് കെട്ടിയിട്ട് സാരമില്ലെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പം അതുപോലെ നമ്മൾക്കും നമ്മളോട് തന്നെ ഒരു കരുണ കാണിക്കണം. ഇത്രയൊക്കെ നീ ചെയ്തില്ലേ, നീ ചെയ്തിട്ട് ഇപ്പം വേറെ ആരും നിന്നെ കൺസിഡർ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നീ മനസ്സിലാക്കുക നീ ഇത്രയും ചെയ്തിട്ടുണ്ട്, നീ ഗുഡാണ് എന്ന് നമ്മൾ സ്വയം നമ്മളോട് തന്നെ ഒന്ന് സംസാരിക്കുക. അല്ലെങ്കിൽ വേറൊരാൾ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടും അവരോട് എത്ര തിരിച്ച് സംസാരിച്ചിട്ട് അവരത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ ഒന്ന് മനസ്സിലാക്കുക. അവർ പറയുന്നത് കേട്ടിട്ടോ ഇപ്പോൾ ഞാൻ അത്രയും തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് സംശയം തോന്നേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പറയുക, നിന്റെ തെറ്റല്ല അത് അവർക്ക് മാറാൻ പറ്റാത്തത് അവരുടെ പ്രോബ്ലമാണ്, നീ ഒരു തെറ്റ് ചെയ്തിട്ടല്ല എന്ന് നിങ്ങളോട് തന്നെ സംസാരിക്കുക. അപ്പം പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന കരുണ ചിലപ്പോഴൊക്കെയും ചിലർ അവരോട് തന്നെ കാണിക്കാറില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ സ്വയമായിട്ട് സെൽഫ് കെയർ ചെയ്തു തുടങ്ങുക. നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കുക. നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ വേറെ ആരും നമ്മളെ സ്നേഹിക്കില്ല. 5ാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ മൈൻഡ്ഫുൾനെസ് ആൻഡ് റിലാക്സേഷൻ ടെക്നിക്സ്.
പലതരത്തിലുണ്ട്. യോഗയുണ്ട്, മെഡിറ്റേഷൻ ഉണ്ട്. മെഡിറ്റേഷൻ പഠിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം എല്ലാം അവൈലബിൾ ആണല്ലോ. അങ്ങനെയുള്ള ആരെടുത്തെങ്കിലും പോയി നിങ്ങൾ ഒന്ന് പഠിക്കുക. യൂട്യൂബിൽ തന്നെ അതെല്ലാം അവൈലബിൾ ആണ്. ഡീപ് ബ്രീത്തിങ് എക്സസൈസ് അത് ചെയ്ത് പഠിക്കുക. നിങ്ങളുടെ ഗ്രോത്തിനെ തന്നെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നോക്കി പഠിക്കുക. എന്നിട്ട് നിങ്ങൾ സ്വയം തന്നെ ആ റിലാക്സേഷൻ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുക. ഒരു വിഷമം വരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ കേട്ടുള്ള ഒരു കാര്യമാണ് ഡീപ്പ് ബ്രീത്ത് എടുക്കുമ്പോൾ തന്നെ കുറച്ച് നേരം സൈലന്റ് ആയിട്ട് ഒറ്റയ്ക്കിരുന്ന് ഡീപ്പ് ബ്രീത്ത് എടുക്കുമ്പോൾ തന്നെ അതിലൊരു ആശ്വാസം നമുക്ക് കിട്ടാറുണ്ടെന്ന് പറയുന്ന പോലെ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ആ റിലാക്സേഷൻ ടെക്നിക്സ് നിങ്ങൾക്ക് പഠിച്ചത് ലൈഫിൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. 6ാമത്തെ ടിപ്പാണ് കണക്ട് വിത്ത് നേച്ചർ. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഈ വീട്ടിനകത്ത് റൂമിനകത്ത് തന്നെ ഇരിക്കുമ്പം അറിയാണ്ട് തന്നെ നമുക്കൊരു ലോൺലിനെസ് അങ്ങനത്തെ ഒരു ഫീലൊക്കെ നമ്മൾ വന്നു പോവുക. അപ്പം ഇങ്ങനൊരു പ്രശ്നമാണ്. എസ്പെഷ്യലി നിങ്ങൾ വിഷമം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ സോഷ്യൽ മീഡിയാസ് ഒക്കെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഒറ്റയ്ക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ നോക്കുമ്പം സോഷ്യൽ മീഡിയസിൽ കാണുന്ന ആളുകൾ മുഴുവൻ ഹാപ്പി ഫേസസാണ്. അവർക്ക് കിട്ടിയ അച്ചീവ്മെന്റ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, എനിക്ക് മാത്രമാണ് ഈ വിഷമങ്ങൾ ഉണ്ടാകുന്നത്, ഇവരൊക്കെ ഹാപ്പിയാണ്, ഈ ലോകം മുഴുവൻ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്, അപ്പം എനിക്ക് മാത്രം സങ്കടമാണെന്ന് ഈ ഒറ്റയ്ക്ക് ഇരുന്ന് ഈ സോഷ്യൽ മീഡിയ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ വിഷമം നമ്മളെ കൂട്ടാനേ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഒരു തരത്തിലും അത് കുറയ്ക്കത്തില്ല. പിന്നെ കമ്പാരിസണും ഒക്കെ കൂടിയിട്ട് ആ പ്രശ്നത്തിന് അത് വേഴ്സാക്കുകയോ ചെയ്യുള്ളൂ. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക, നേച്ചറിലേക്ക് ഇറങ്ങുക, ഒന്ന് നടക്കാൻ പോവുക. നമുക്ക് സൂര്യനിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ ഡിയും നമ്മുടെ മൂഡിനെയൊക്കെ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഒക്കെ കണക്ട് ചെയ്യുന്നുണ്ട് അതിനെയൊക്കെ. അപ്പം ആ വൈറ്റമിൻ ഡി എടുക്കുക. എന്നിട്ട് ആ പ്രകാശമൊക്കെ ഒന്ന് കാണുക, പൂ വിരിഞ്ഞ് നിൽക്കുന്ന ഒന്ന് കാണുക. ചെടികൾ വളർത്താൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചെടികൾ വളർത്തുക. വളർത്താൻ താല്പര്യമില്ല, അത്രയും മെനക്കെടാനൊന്നും ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നഴ്സറിയിലൊക്കെ പോയി ആ ചെടികളൊക്കെ വിരിഞ്ഞ് ചെടികളിൽ പൂ നിൽക്കുന്നതൊക്കെ ഒന്ന് കാണാൻ ഒരു അവസരം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പോയി കാണുക. മുന്നേയൊക്കെ ഞാൻ ചെടികളൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിലും വളർത്താനും വെള്ളമൊഴിക്കാനൊന്നും ഞാൻ മെനക്കെടില്ലായിരുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ ബ്രദറും അമ്മയും കൂടിയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ഒരു വീട് ആയി ഒക്കെ മാറിക്കഴിഞ്ഞപ്പം ആ ഒരു കുഞ്ഞു ചെടിയാണെങ്കിലും അത് വളർത്തി അതിൽ വേര് പിടിച്ച് അത് വളർന്ന് അതിൽ ഓരോ പുതിയ ഇലകൾ വരുന്നതും പൂക്കൾ വിരിയുന്നതൊക്കെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടിയിട്ടുണ്ട്. അപ്പം നേച്ചർ പല രീതിയിൽ നമ്മൾക്ക് ഒരു മെഡിസിനാണ്. ആ മെഡിസിൻ നമുക്ക് വേറെ ആരിൽ നിന്നല്ല, പ്രകൃതി നമുക്ക് തനിയെ നേരിട്ട് തരുന്ന ഒരു മെഡിസിനാണ്. ആ മെഡിസിനെ ഒന്ന് കാണാനും അത് യൂസ് ചെയ്യാനും അതുവഴി നമ്മുടെ മെന്റൽ ഹെൽത്ത് ഒന്ന് ഇംപ്രൂവ് ചെയ്യാനും സ്വയം ഒന്ന് ശ്രമിച്ചു നോക്കുക. 7ാമത്തെ ടിപ്പാണ് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, എഴുതാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ പ്രാക്ടീസ് ചെയ്യുന്നത് വലിയൊരു നേട്ടമായിരിക്കും. അതല്ല, നിങ്ങൾക്ക് എഴുതാൻ മടിയാണെന്നുണ്ടെങ്കിൽ, മടിയായിട്ടുള്ളവർക്ക് ജേണൽ ഇപ്പം എത്ര പറഞ്ഞാലും എനിക്ക് ജേണലൊന്നും എഴുതാനുള്ള സമയമില്ല, എനിക്ക് എഴുതാൻ മടിയാണെന്ന് പറയുന്നവർക്ക് വേണ്ട. കിടക്കുന്നതിന് മുന്നേ സ്വയം നിങ്ങൾ മനസ്സിലെങ്കിലും ഓർക്കുക, ഇന്ന് ഞാൻ കണ്ണ് തുറന്നത് മുതൽ എനിക്ക് കണ്ണ് തുറക്കാനായിട്ട് സാധിച്ചു, എനിക്ക് ബ്രീത്ത് ചെയ്യാൻ സാധിച്ചു, എനിക്ക് കിടക്കാൻ നല്ലൊരു വീട് കിട്ടി, എനിക്ക് പോകാൻ ഒരു ജോലി കിട്ടി, മാസം എനിക്ക് അതിൽ നിന്നൊരു സാലറി കിട്ടി. ഇതൊന്നും ഇല്ലാത്ത എത്രയോ പേരുണ്ട്. അപ്പം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ലഭിച്ച, നമുക്ക് മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, നല്ല സുഹൃത്തുക്കളുണ്ട്. ഇതെല്ലാം നന്ദിയോടെ ഒന്ന് ഓർത്തൊന്ന് നന്ദി പറയുക. ഇതൊക്കെ തന്നതിന്, ഇതൊക്കെ എനിക്ക് ഉള്ളതിന് ഞാൻ നന്ദി പറയുന്നു എന്ന് സ്വയം ഒന്ന് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് സന്തോഷം വരും. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തേക്കാളും വലുതായിട്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് എന്ന് നമ്മുടെ ഉപബോധ മനസ്സിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴും നിങ്ങളുടെ വിഷമത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാനായിട്ട് സാധിക്കും. അടുത്തൊരു ടിപ്പ് എന്ന് വെച്ചാൽ അത് അത്രത്തോളം വേഴ്സ് ആകുമ്പം നമ്മൾ സ്വീകരിക്കേണ്ട ഒരു ഹെൽപ്പാണ് അത്. അതായത് സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്. നമ്മൾക്ക് ഒരു തരത്തിലും നമ്മൾ സ്വയം എത്ര വിചാരിച്ചിട്ടും എനിക്ക് സ്വയം മോട്ടിവേറ്റഡ് ആവാൻ പറ്റുന്നില്ല. എൻ്റെ കൂടെയുള്ളവർക്കോ എൻ്റെ സുഹൃത്തുക്കൾക്കോ എൻ്റെ ബന്ധുമിത്രാദികൾക്കോ ആർക്കും ആരിൽ നിന്നും ഒരു സഹായവും എനിക്ക് ലഭിച്ചിട്ടും അത് എനിക്ക് പോരാ, അല്ലെങ്കിൽ അവരാരും എന്നെ സഹായിക്കുന്നില്ല, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആണ് നിങ്ങൾക്കൊന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ബാഡായിട്ട് വേഴ്സായിട്ടുള്ള രീതിയിൽ നിങ്ങൾ തിങ്ക് ചെയ്യാണ്ട് അപ്പം തന്നെ നിങ്ങൾ ചെയ്യാവുന്നൊരു കാര്യം നിങ്ങൾ പ്രൊഫഷണൽ ഹെൽപ്പ് നേടുക എന്നുള്ളതാണ്. ചിലപ്പോൾ എല്ലാവർക്കും പൈസ കൊടുത്ത് ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണാനുള്ളൊരു പൈസയോ ചിലപ്പോൾ എല്ലാവർക്കും ഒരു എബിലിറ്റി ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് പൈസ മുടക്കാൻ ചിലപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് പോലും അങ്ങനെയുള്ള യൂട്യൂബേഴ്സ് ഉണ്ട്, നല്ല നല്ല ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുണ്ട്. നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക.
അങ്ങനെയുള്ള ചാനലുകൾ നടത്തുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, നല്ല കൗൺസിലേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വീഡിയോസ് ഒന്ന് കാണുക. എന്നിട്ട് അവരോടൊന്ന് പറയുക. എനിക്ക് തോന്നുന്നു സൈക്കോളജിസ്റ്റുകൾ എല്ലാവരും ഒന്നും ചിലപ്പം അവരുടെ മുന്നിൽ വരുന്ന ആ ഒരു ക്ലയൻറ്റിൻ്റെ അവരത്രത്തോളം വേഴ്സാണ്, അവരെ ഒന്ന് കേട്ട് അവരുടെ ഒരു പ്രശ്നത്തിന് ഒന്ന് കേട്ടാൽ തന്നെ തീരാവുന്ന ഒരു പ്രോബ്ലം ഒന്നിലൊന്ന് മനസ്സിലാവുന്നവരെ ചിലപ്പം ആ ക്ലയൻറ്റിൻ്റെ അടുത്ത് അവർക്ക് കൊടുക്കാനുള്ള അത്രയും പൈസ ഇല്ലെങ്കിൽ പോലും ആ ക്ലയൻറ്റിനെ അവർ ഉപേക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ മറ്റുള്ളവരെ കേൾക്കാൻ താല്പര്യമുള്ള മനസ്സുള്ള അങ്ങനെയുള്ള നല്ല ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളും ഒക്കെ യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ അവരെയൊക്കെ ഒന്ന് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അങ്ങനെ പ്രൊഫഷണലായിട്ട് ഹെൽപ്പ് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന നിങ്ങളുടെ നാട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പോവാം. അതല്ല അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്കാണ് ഞാൻ പറഞ്ഞത്. അതായിരുന്നു അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്. ഈ പ്രോബ്ലംസ് എന്നൊക്കെ പറയുന്നത് ഒരു സ്നോബോൾ പോലെയാണ്. കണ്ടിട്ടില്ലേ? സ്നോബോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്തടുത്ത് കുഞ്ഞു കുഞ്ഞു സ്നോസ് എല്ലാം വന്ന് അതെല്ലാം കൂടെ പറ്റിപ്പിടിച്ച് അത് വലിയൊരു ബോളാവുക ചെയ്യുന്നത്, ഒരു മഞ്ഞുമല രൂപപ്പെടുക ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് പ്രശ്നങ്ങളെ നമ്മൾ ഭയങ്കര അത് വലിയ മലയാണ്, ഇനി എനിക്ക് ജീവിക്കേണ്ട, ഞാനങ്ങ് മരിച്ചേക്കാം എന്ന് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ വീക്കായി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് കയറാൻ പറ്റില്ല. അങ്ങനെയുള്ളവരാണ് പലരും അങ്ങനെയുള്ളൊരു തെറ്റ് കാണിച്ചിട്ട് ചിലപ്പോൾ ഈ ഭൂമിയിൽ ഇപ്പം ഇല്ലാത്തവർ നാട്ടിൽ നഴ്സിംഗ് ചെയ്യുന്ന സമയത്ത് കുറേ സൂയിസൈഡും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള സൂയിസൈഡ് അറ്റംപ്റ്റ്സ് ഒക്കെ സംഭവിക്കാറുള്ളത് ഏർലി മോർണിംഗ് ആണ് കേട്ടോ. അതായത് ആ സമയത്താണ് അവർ വേഗം എഴുന്നേറ്റിരുന്നിട്ട് അവർക്കിങ്ങനെ ഒരു ടെൻഡൻസി വരികയും ആ സമയത്ത് ബാക്കി എല്ലാവരും ഉറങ്ങുന്നൊരു സമയമാണ്. എസ്പെഷ്യലി അവർ ഒറ്റയ്ക്കാണെന്നൊരു ഫീലിംഗ് അവർക്ക് ഭയങ്കരമായിട്ട് അത് കൂടുകയും ചെയ്യും. അപ്പം നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാകുന്ന സമയത്ത് ഒരിക്കലും നിങ്ങളിങ്ങനെ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് രാത്രി മുഴുവൻ ഇരുന്ന് ഇങ്ങനെ സോഷ്യൽ മീഡിയാസിൽ വീണ്ടും ആ സോഷ്യൽ മീഡിയാസിൽ സ്ക്രോൾ ചെയ്തിരിക്കരുത്. അത് നിങ്ങൾക്ക് ടെൻഷൻ കൂട്ടുകയുള്ളൂ. അപ്പോൾ ഒരിക്കലും ആ ഒരു പ്രശ്നത്തിനെ നിങ്ങൾ വലുതാക്കാനായിട്ട് ശ്രമിക്കരുത്. എങ്ങനെയെങ്കിലും അതിനെ തിങ്ക് ചെയ്യാതിരിക്കാനുള്ള വഴികളാണ് ശ്രമിക്കേണ്ടത്. അതിനെ തിങ്ക് ചെയ്യാതിരിക്കാനുള്ള വഴികളാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം തന്നെ, വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടുകാരുടെ അടുത്ത് ആ പ്രശ്നം എന്താണെങ്കിലും, ഇപ്പം നമ്മുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ പോലും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാണ്ട്, ക്രിട്ടിസൈസ് ഇൻ ദ സെൻസ് നമ്മളെ യാതൊരു തരത്തിലും വേദനിപ്പിക്കാണ്ട്, നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പറ്റിയൊരു തെറ്റാണെങ്കിൽ പോലും നമുക്ക് ക്ഷമിച്ചു തന്ന് നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് ഏറ്റവും ആദ്യം തയ്യാറാവുന്ന നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ഓൺ ബ്ലഡ് റിലേഷനിലുള്ള നമ്മുടെ സഹോദരനും സഹോദരിയും ഒക്കെ ആയിരിക്കും. അപ്പം നിങ്ങൾ ഒരു പ്രശ്നം നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് സംഭവിച്ചെങ്കിൽ പോലും ആദ്യം തന്നെ അത് വീട്ടുകാരുടെ അടുത്ത് പറയാൻ ശ്രമിക്കുക. ആ വീട്ടുകാരെ കൊണ്ട് പറയാൻ അങ്ങനെ ഒരു വീട്ടുകാരില്ല, അല്ലെങ്കിൽ അങ്ങനെ കേൾക്കുന്ന അത്രയും നിങ്ങൾക്ക് കേൾക്കില്ല എന്നാണ് നിങ്ങൾക്ക് അത്രയും ഉറപ്പുള്ളതുണ്ടെങ്കിൽ മാത്രം ഏറ്റവും ട്രസ്റ്റ് ചെയ്യാവുന്നവരടുത്ത് മാത്രം, അത്രയും അടുത്ത കൂട്ടുകാരുടെ അടുത്ത് മാത്രം നിങ്ങൾ അങ്ങനെയുള്ള കാര്യം പറയുക. നിങ്ങൾ ഒരാളെടുത്ത് ഷെയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പകുതി ആശ്വാസം കിട്ടും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വയം ആ പ്രശ്നത്തിനെ സോൾവ് ചെയ്യുന്ന ഒരു മനോഭാവം നമ്മൾ മാറ്റണം. അതിനെ വേഴ്സാക്കാണ്ട്, അതിനെ ഇഗ്നോർ ചെയ്ത് അതിനെ വേഴ്സാക്കാണ്ട് കൂടുതൽ തിങ്ക് ചെയ്ത് വീണ്ടും വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള പാട്ടുകൾ കേട്ട് വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള മൂവീസൊക്കെ കാണാണ്ട് ഏതൊക്കെ തരത്തിലാണോ സന്തോഷം കൊണ്ടുതരാൻ പറ്റുന്നത്. എനിക്ക് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്ക് പുഴുങ്ങിയ മുട്ട കഴിക്കാൻ കുറച്ച് വിയേർഡായിട്ട് ഫീൽ ചെയ്യും. ഇത് തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. കണക്ഷൻ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പുഴുങ്ങിയ മുട്ട കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് അല്ലെങ്കിലും ഇഷ്ടമാണ്. പക്ഷെ എനിക്കൊരു വിഷമോ എന്ന് വെച്ചാൽ കരഞ്ഞു തല്ലി അരച്ചു തല്ലി അങ്ങനത്തെയുള്ള വിഷമോ അതേ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒന്ന് എന്തെങ്കിലും സങ്കടങ്ങൾ വരുന്ന സമയത്ത് ഞാനിങ്ങനെ പുഴുങ്ങിയ മുട്ട കഴിക്കാറുണ്ട്. അത് കണക്ക് വിഷമം വരുമ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ക്രൈസി ആയിട്ടുള്ള ശീലങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വ്യൂവേഴ്സ് ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും, നിങ്ങൾ എന്തൊക്കെ ടിപ്പാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്കൊരു വിഷമം വരുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്. മുന്നത്തെ കാലത്ത് ഞാൻ ആക്ടർ ദിലീപിൻ്റെ പഴയ നല്ല നല്ല മൂവീസ് ഉണ്ടല്ലോ, കോമഡി മൂവീസ്, ഞാൻ അതൊക്കെ യൂട്യൂബിൽ ഇട്ടിരുന്ന് കാണുമായിരുന്നു വിഷമം വരുമ്പോൾ. ആ പ്രശ്നത്തിനെ കുറിച്ച് നിങ്ങളിങ്ങനെ വേഴ്സായിട്ട് ഒരിക്കലും തിങ്ക് ചെയ്ത്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ, എല്ലാവർക്കും ഒരു സമയത്ത് എനിക്കും ചിന്തിച്ചിരുന്നൊരു കാര്യം, നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ ഇതിനെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് വെറുതെയാണ്. അവർക്ക് വേറെ പണിയുണ്ട്. അവരവരുടെ ജോലിയിലും അവർക്കും 100 പ്രോബ്ലംസ് ആയിരിക്കും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പ്രോബ്ലംസ് ഇല്ലാത്ത ആരുമില്ല. ഒരു കുഞ്ഞു കുട്ടിയുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ നാളെ സ്കൂളിൽ ചെല്ലുമ്പോൾ പരീക്ഷയുണ്ട്, എനിക്ക് ആ പരീക്ഷയെ പേടിയാണ്, അതായിരിക്കും അവൻ്റെ പ്രോബ്ലം. അത് കണക്ക് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും അവരുടേതായ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അവരൊരിക്കലും നമ്മളുടെ ഭാഗത്തുനിന്ന് പറ്റിയൊരു തെറ്റിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയല്ല.
ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചിരുന്ന ഒരു അട്ടർ പൊട്ടത്തരമായിരുന്നു. അതായത് അറിയാണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കും, ഇത് അവരത് അറിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും, അവർക്ക് ഇപ്പോൾ ബാഡ് ഇങ്ങനെ ചിന്തിക്കുമായിരിക്കും, ഞാൻ അങ്ങനെയാണെന്ന് ചിന്തിക്കും, ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കും, ഞാനത് തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, പക്ഷെ മറ്റേ ആൾ ഇങ്ങനെ പറഞ്ഞു, അപ്പം അങ്ങനെയായിരിക്കും മറ്റേ ആളും ചിന്തിച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ വേഴ്സായിട്ട് ഈ പ്രശ്നത്തിൽ തന്നെ വി വിൽ സ്ലീപ്പ് ഓൺ ഇറ്റ്. നമ്മൾ ആ പ്രശ്നത്തിൽ തന്നെ ഇങ്ങനെ അതിൽ നമ്മൾ തട്ടി അവിടെ വീണ് പോവും. അപ്പം നിങ്ങൾ ചിന്തിക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ ഭാഗത്തു നിന്ന് പറ്റിയൊരു തെറ്റിനെ കുറിച്ചല്ല ഈ ലോകം മുഴുവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ചിന്തിക്കാൻ നൂറ് കാര്യങ്ങളുണ്ട്. പിന്നെ ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും അവർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുക. അവരൊക്കെ അതിൻ്റെ പുറകെ പോവുകയാണ്. ചിലപ്പോൾ മറ്റുള്ളവർ നമ്മളെ ഇങ്ങോട്ട് ഹേർട്ടാക്കിയതായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ ആ ഒരു പ്രശ്നം മറ്റുള്ളവരെല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു തെറ്റായ ധാരണയാണ് ഫസ്റ്റ് എടുത്ത് കളയേണ്ടത്. എനിക്ക് പണ്ട് അങ്ങനെ ഒരു അങ്ങനെ വിചാരം ഉണ്ടായിരുന്നു. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്നെ കൊണ്ട് പറഞ്ഞു പഠിപ്പിച്ചൊരു കാര്യമാണ്, ഒരു ബിസിനസ് ആണെങ്കിൽ എന്തെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കുമല്ലോ, അതിൽ നിന്ന് പണ്ട് ബിസിനസ് ചെയ്ത് അവർക്കുണ്ടായ നഷ്ടങ്ങളും നേട്ടങ്ങളും എല്ലാം നമ്മൾ നല്ലതായിട്ട് പഠിച്ചിട്ടല്ലേ, ആ ഒരു ബിസിനസ്സിനെ കുറിച്ച് പഠിച്ചിട്ടല്ലേ നമ്മളൊരു ബിസിനസ് ചെയ്യാൻ പോകുള്ളൂ. അതുപോലെയാണ് എല്ലാ കാര്യവും. നമ്മളൊരു കോഴ്സ് ആണെങ്കിൽ ആ കോഴ്സ് പഠിച്ച ഒരാളെടുത്ത് അന്വേഷിക്കുക, അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെ നമ്മൾ അന്വേഷിക്കും. എല്ലാ കാര്യത്തിലും നമ്മൾ മുന്നേ ഒരു അന്വേഷണം നടത്തും. ഇപ്പോൾ ഒരു മാരേജ് ആണെങ്കിൽ പോലും ഒരു കല്യാണാലോചന വരുമ്പോൾ നമ്മൾ ആ പയ്യൻ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ആ പെൺകുട്ടി എങ്ങനെയുണ്ടെന്നൊക്കെ നമ്മൾ എല്ലാവരോടും അന്വേഷിച്ചിട്ടല്ലേ ഒരു കല്യാണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാറുള്ളൂ. അതേപോലെ തന്നെ ഞാനൊരു യൂട്യൂബ് ചാനൽ എനിക്ക് തുടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. ഇന്നിപ്പോൾ ഭയങ്കരമായിട്ട് എല്ലാവരും ഇങ്ങനെ ആരാധിച്ച് ഭയങ്കരമായിട്ട് സ്നേഹിച്ചൊരു യൂട്യൂബർ ആയിരിക്കാം. നാളെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വേറൊരു യൂട്യൂബർ വന്നിട്ട് ആ അയാളെക്കുറിച്ച് എന്തെങ്കിലും ഒരു കമൻറ്റ് പറഞ്ഞാലോ, അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു കുഞ്ഞു മിസ്റ്റേക്ക് സംഭവിച്ചാലോ, അത്രയും നാൾ സ്നേഹിച്ചു കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ അവരെ തള്ളിപ്പറയാൻ തുടങ്ങും. പിന്നെ അവരെക്കുറിച്ച് നെഗറ്റീവ് ആയിരിക്കും. ഫൈനലി അത് ഭയങ്കര സൈബർ അറ്റാക്കിലേക്ക് വരെ പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ നെഗറ്റീവ് ചിന്തിക്കണം എന്നല്ല ഉദ്ദേശിച്ചത്, പക്ഷെ ഇങ്ങനെയൊക്കെ വന്നേക്കാം, സാധ്യതകൾ ഇങ്ങനെയൊക്കെ വന്നേക്കാം. നമ്മളൊരു കാര്യം ചെയ്യുമ്പം അതിനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല അതിനെക്കുറിച്ച് നെഗറ്റീവ് പറയാനും ചില ആൾക്കാരുണ്ട്. നമ്മൾ പറയുന്ന ഓരോ വേർഡ്സിലും നമ്മൾ പറയുന്ന കാര്യത്തിലല്ല, ചിലപ്പം ആ പറയാൻ ഉദ്ദേശിക്കുന്നതിന് എക്സാമ്പിൾ പറയുന്ന കാര്യത്തിന് പോലും അതിന് പോലും എടുത്തിട്ട് അയ്യോ അതിങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് നെഗറ്റീവ് പറയാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ആൾക്കാർ വരെ ഉണ്ടാവും. ചില പ്രശ്നങ്ങൾ നമുക്ക് ആക്സിഡന്റലി സംഭവിക്കുന്നതായിരിക്കാം. അതിന് ചിലപ്പോൾ എതിരെ വേറെ ആളുണ്ടാവത്തില്ല. പക്ഷെ മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസിലും എതിരെ ഒന്നിലധികമോ ആൾക്കാരുണ്ടാവുമായിരിക്കാം. അപ്പം കുറേയൊക്കെ നമ്മൾ ആൾക്കാരുടെ സൈക്കോളജി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അവരുടെ ബോഡി ലാംഗ്വേജ് വഴി, അവരുടെ ഐ കോണ്ടാക്റ്റ് വഴി, അങ്ങനെ പല രീതിയിലും നമുക്ക് ആളുകളെ മനസ്സിലാക്കാനുള്ളൊരു എബിലിറ്റി നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ റിയലിസ്റ്റിക് ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. നേരത്തെ തന്നെ ആളുകളെ മനസ്സിലാക്കാനും അങ്ങനെയുള്ള നല്ല ബന്ധങ്ങൾ നമുക്ക് സ്വീകരിക്കാനും വേണ്ടാത്ത ആളുകളെ തുടക്കമേ തന്നെ മനസ്സിലാക്കി അവോയ്ഡ് ചെയ്യാനും നമുക്ക് പറ്റും. സ്വയം നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. വലിയ വലിയ ദുരന്തങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് വരുന്നത് നമുക്ക് തടയാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം കാട് കയറി പോയി എന്നൊന്നും എനിക്കറിയത്തില്ല. പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ടിപ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും, ഇതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പം താങ്ക് യു സോ മച്ച്. ഇവിടെയൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ, അതുകൊണ്ട് ചെറിയ തൊണ്ടവേദനയൊക്കെ ഉണ്ട്. ഈ അടുത്ത ഒരു വീക്ക് ഫോർകാസ്റ്റ് ബാഡാണെന്ന് ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പം ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.